പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ അർദ്ധമനസ്സോടുകൂടി പല ചുമതലകളും ഏറ്റെടുക്കുവാനിട വരുമെങ്കിൽ പോലും മേലധികാരികളുടെ പൂർണ്ണ സഹകരണം ഉള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കുക മാത്രമല്ല, ഏതു വിധത്തിലും ഇനി ഈ ഒരു പാത ഒരു വർഷത്തേക്ക് വേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വല്പം ആശങ്കയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ചെറിയ രീതിയിൽ ശമ്പള വർധനമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഒരു പ്രവൃത്തി പരിചയം, ഇങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ പ്രവൃത്തി പരിചയം ഒരു വർഷത്തിന് ശേഷം മറ്റൊരു ഉയർന്ന തസ്തികയോടുകൂടി നല്ലൊരു സ്ഥാപനത്തിലേക്ക് ഇതിന് ജോലിയുടെ അവസരം വന്നു ചേരും എന്നുള്ളത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പല വിധത്തിലുള്ള മാനസിക പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനെല്ലാം തന്നെ ഉദ്ധരിക്കുവാനും അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസം, ബന്ധുസഹായങ്ങളും ഈശ്വര പ്രാർത്ഥനകളും മക്കളുടെ സംരക്ഷണമൊക്കെ തന്നെ അതിന് ഉപോത്ബലകമായി തീർന്നു. ഈ ഒരു വർഷം, ഈ ജൂൺ മാസം മുതലൊരു വർഷത്തേക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഇനി ഭാവിയിലേക്ക് ഒരു വർഷത്തേക്ക് വളരെ ഗുണകരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുവാനും ആശ്വാസകരമായിട്ടുള്ള പദ്ധതികൾ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിട്ടുവീഴ്ച മനോഭാവത്താൽ പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുന്നതിൽ വളരെ തൃപ്തിയായിട്ടുള്ള വിഭാഗം തന്നെ ലഭിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാം വളരെ സൗമ്യതയോടുകൂടിയും ഉള്ള സമീപനം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും. നിലവിലുള്ള ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിനും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നത് വഴി സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി, താമസ സൗകര്യത്തോടു കൂടിയതായിട്ടുള്ള അവസരങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്.